നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ ഇന്ത്യയും ഇസ്രയേലും. പ്രതിരോധ രംഗത്ത് സഹകരണം ശക്തമാക്കും. AI, ക്വാണ്ടം മേഖലകളിൽ സഹകരണത്തിന് ധാരണ. ഇസ്രയേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്താർജിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുന്നു. കഴുത്തിലെ വേദനയ്ക്ക് കുറവെന്ന മെഡിക്കൽ റിപ്പോർട്ട്. കോൺഗ്രസ് ഓഫീസിനെത്തിയിട്ടും റീത്ത് വച്ചും CPM പ്രതിഷേധം. കേസിലെ പ്രതി മിഥുലിനെതിരെ ഫേസ്ബുക്ക് പേജിൽ ഭീഷണി. വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യം നൽകുന്നവർക്ക് 1 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസും 1 പവൻ നൽകാമെന്ന് KSU. താൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടവനെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എതിർക്കുന്നവരോട് വിദ്വേഷമോ പകയോ ഇല്ലെന്ന് മോഹൻലാലുമായി നടത്തിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി. അഭിമുഖം PR വർക്കെന്ന് പ്രതിപക്ഷം. ലോകത്തിൽ താമസിക്കാൻ അനുയോജ്യമായ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്ത് UAE. കണക്ക് പുറത്തുവിട്ടത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ്. ഗ്രീസ് 1ാമത്. തൊഴിൽ നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ പരിഷ്കരിച്ച് സൗദി. തൊഴിലാളിയുടെ പാസ്പോർട്ടോ ഇഖാമയോ തൊഴിലുടമ കസ്റ്റഡിയിൽ വയ്ക്കുന്നതിനുള്ള പിഴ 3000 റിയാലായി ഉയർത്തി. വർക്ക് പെർമിറ്റ് ഇല്ലാതെ വിദേശിയെ ജോലിക്ക് വയ്ക്കുന്ന തൊഴിലുടമയ്ക്ക് 10000 റിയാൽ ചുമത്തും. T20 ലോകകപ്പിലെ ജീവൻ മരണ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ജയം. സിംബാബ്വെയെ 72 റൺസിന് തോൽപ്പിച്ചു. സെമി പ്രതീക്ഷ നിലനിർത്തി ഇന്ത്യ. വെസ്റ്റ് ഇൻഡീസിനെതിരെ 9 വിക്കറ്റ് ജയവുമായി സെമി ഉറപ്പിച്ച് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ എപ്പോഴും യുദ്ധത്തെക്കാൾ സമാധാനത്തിന് മുൻഗണന നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മാനസികവും ഹൃദയപരവുമായ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഉഭയകക്ഷി ചർച്ചകൾ നടന്നു. ജെറുസലേമിൽ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി. വിദ്യാഭ്യാസം, നവീകരണം, തന്ത്രപരമായ കാര്യങ്ങൾ എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. തുടർന്ന് ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങൾ വളരുന്നതും സാങ്കേതികവിദ്യ, സുരക്ഷ, കൃഷി, വിദ്യാർത്ഥി വിനിമയം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും നെതന്യാഹുവുമായി ചർച്ചകൾ നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ഇരു രാജ്യങ്ങളും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഈ കരാറെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. Trade with India in ancient times. Jewish merchants traveled across sea routes that connected the Mediterranean with the Indian Ocean. They came seeking opportunity and dignity. And in India, they became one of us. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മാനസികവും ഹൃദയപരവുമായ ബന്ധം വരും വർഷങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI ഇസ്രായേലിന് ലഭ്യമാക്കാൻ ധാരണയായി. ഇത് ഫിൻടെക് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പങ്കുവയ്ക്കുന്നതിനായി പുതിയ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. ബഹിരാകാശം, സിവിലിയൻ, ന്യൂക്ലിയർ എനർജി എന്നീ മേഖലകളിലും സഹകരണം വിപുലീകരിക്കും. ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ പങ്കെടുക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് മീറ്റിംഗ് ഇന്ത്യയിൽ വെച്ച് നടത്താനും തീരുമാനിച്ചു. സന്ദർശന വേളയിൽ സൗഹൃദത്തിന്റെയും സ്മരണയുടെയും പ്രതീകമായി യാദ് വാഷ്മിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഐസക് ഹെർസോഗും തൈ നട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായ ആക്രമണം രാഷ്ട്രീയ പോർവിളിയിലേക്ക് മാറിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടായ ആക്രമണം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPM പറയുമ്പോൾ കള്ളപ്രചരണമാണ് CPM നടത്തുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. കഴുത്തിന് പരിക്കേറ്റതിനെ തുടർന്നുണ്ടായ വേദനയിൽ കുറവുണ്ട് എന്നാണ് റിപ്പോർട്ട്. രക്തസമ്മർദ്ദം സാധാരണ നിലയിലായെന്നും മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. ന്യൂറോ സർജൻ അടങ്ങുന്ന വിദഗ്ധ സംഘമാണ് ചികിത്സയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരിലെ വിവിധ ഇടങ്ങളിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി.
KSU പ്രവർത്തകർ കഴുത്തിനിടിക്കുകയും കൈപിടിച്ച് തിരിക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ മന്ത്രിയെ രാത്രി കൂടുതൽ പരിശോധനകൾക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ന്യൂറോ സർജൻ അടക്കമുള്ള വിദഗ്ധ സംഘം മന്ത്രിയുടെ ആരോഗ്യനില പരിശോധിച്ചു. കഴുത്തിലെ വേദനയിൽ കുറവുണ്ട്, കൈക്ക് മരവിപ്പ് തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ യാത്രയ്ക്ക് അനുയോജ്യമല്ലെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വിലയിരുത്തി. അതേസമയം ഇന്നലെ രാത്രിയിലും പുലർച്ചെയും കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ അക്രമമുണ്ടായി. കൊളശ്ശേരിയിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റീത്ത് വച്ചു. പ്രിയദർശിനി മന്ദിരത്തിന് മുന്നിലും കൊടിമരത്തിന് സമീപവുമാണ് റീത്ത് വച്ചത്. കല്ലിൽ താഴെയിലെ പാറാൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് തീയിട്ടു. പട്ടാരിയിലും മാത്തിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടായി. കക്കാട് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കല്ലെറിഞ്ഞ് ജനൽപാളികൾ തകർത്തു. CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. മന്ത്രിക്കെതിരെയുള്ള ആക്രമണ പരാതിയിൽ അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു. മന്ത്രിയുടെ ഔദ്യോഗിക വാഹനം തടഞ്ഞ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയും കണ്ണൂർ ടൗൺ പെരിങ്ങോം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. അമൃത ന്യൂസ്, കണ്ണൂർ. CPM-ഉം ആരോഗ്യമന്ത്രിയും പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നുണ പറഞ്ഞത് MV ഗോവിന്ദനാണ്. കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് MV ഗോവിന്ദനെതിരെ കേസെടുക്കണം. സ്പീക്കർ ഗൂഢാലോചന നടത്തിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം വീണ ജോർജിനെതിരെ നടക്കുന്നത് ആസൂത്രിത ഗൂഢാലോചനയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. സംഭവിച്ചത് കേരളം മുഴുവൻ കണ്ടതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം വ്യാജ ഏറ്റുമുട്ടലെന്നാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചത്. സമര നാടകമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അതല്ല ഇന്നലെ പച്ചക്കള്ളം പറഞ്ഞത്. ആരോഗ്യമന്ത്രിയുടെ പെടലിയും കൈയും KSUക്കാർ തിരിച്ചുവെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറഞ്ഞത് ആരാ? എന്നിട്ട് പ്രകോപിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ. അവരറിയുന്നില്ലല്ലോ. പാർട്ടി പ്രവർത്തകർ വിചാരിക്ക് പാർട്ടി സെക്രട്ടറി അല്ല പറഞ്ഞത്, പെടലി തിരിച്ചെന്ന് ആരോഗ്യമന്ത്രിയുടെ KSU പ്രവർത്തകർ. നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDF-കാർ തീരുമാനിച്ചിരിക്കുന്നത്. UDF-കാർ എല്ലാ സന്ദർഭത്തിലും നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗീബൽസൺ സിദ്ധാന്തത്തിന്റെ അനുയായികളായിട്ട് VD സതീശനാണ് കേരളത്തിൽ ഇപ്പോഴും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ജാഥ മുഴുവൻ നുണ പറയാനാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവിക്കില്ല. ഇവിടെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും ഒരേ നിലപാടുള്ള 2 മുന്നണികൾ LDF-ഉം UDF-ഉം ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവരൊരു വ്യാജ ഏറ്റുമുട്ടൽ നടത്തുകയാണ്. ഒരു ഷേഡോ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ശബരിമല പോലുള്ള നിർണായകമായ വിഷയങ്ങളിൽ കൈ പൊള്ളിയിരിക്കുകയാണ് 2 മുന്നണികൾക്കും. കൊല്ലത്ത് DYFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ അധിക്ഷേപ മുദ്രാവാക്യം. ചിന്താ ജെറോം പങ്കെടുത്ത പ്രകടനത്തിലാണ് അധിക്ഷേപ മുദ്രാവാക്യം ഉയർന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു പ്രകടനം. വൈകാരികമായ ഒരു പ്രതിഷേധമായിരുന്നു നടന്നതെന്നും എന്നാൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല എന്നും ചിന്താ ജെറോം പറഞ്ഞു. തുടക്കത്തിൽ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചു. തെറ്റായ വാക്കുകൾ ഉയർന്നപ്പോൾ അത് വിലക്കിയെന്നും ചിന്താ ജെറോം പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ ചിന്താ ജെറോമിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതെടുക്കുന്ന വിഷ്വൽ മാത്രമാണ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത് ആദ്യമായിട്ടല്ലല്ലോ എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു തവണ ആ സ്ക്രോള് കണ്ടുപോകുന്നവർ വിചാരിക്കുക ഞാൻ ഏതോ യോഗത്തിൽ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഞാൻ അസഭ്യം പറഞ്ഞു, ഞാൻ ഇങ്ങനെ അസഭ്യം പറയുന്ന ഒരാളാണ്. ഇതൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതല്ലേ. ഇത് കണ്ടുപോകുന്ന മനുഷ്യർ എന്നെക്കുറിച്ച്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ സംഭവത്തിലെ പ്രതി വടകര സ്വദേശി മിഥുനെതിരെ ഭീഷണിയുമായി ഫേസ്ബുക്ക് പോസ്റ്റ്. വടകര സഹാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. നിനക്കുള്ള ചായയും വടയും ഞങ്ങൾ വടകരയിൽ തരും എന്നാണ് പോസ്റ്റ്. മറക്കാതെ പക ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്നും പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട്. നിലവിൽ മിഥുൻ റിമാൻഡിലാണ്. കൊല്ലത്ത് SFI പ്രതിഷേധ പ്രകടനത്തിനിടയിൽ UDF ഫ്ലക്സുകൾ നശിപ്പിച്ചു. മന്ത്രി വീണ ജോർജിനെതിരായ KSU അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. SN കോളേജിൽ നിന്നും ചിന്നക്കട വരെയുള്ള പുതുയുഗ യാത്രാ ഫ്ലക്സുകളാണ് നശിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള CPM LDF സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടായത്. കാസർഗോഡ് സീറ്റിൽ INL സ്ഥാനാർത്ഥിയും മഞ്ചേശ്വരത്ത് ഇടത് സ്വതന്ത്രനും മത്സരിക്കും. CPM ശക്തി കേന്ദ്രമായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി
പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU നേതാവുമായ ഡോക്ടർ VPP മുസ്തഫയുടെ പേരാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏറെ ജനകീയനായ ഡോക്ടർ VPP മുസ്തഫയെ രംഗത്തിറക്കുന്നതിലൂടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഭൂരിപക്ഷത്തിൽ CPM-നുണ്ടായ വോട്ടെടുപ്പ് നികത്താമെന്ന വിലയിരുത്തലുകൾ നേതൃത്വത്തിനുണ്ട്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ CPI സംസ്ഥാന നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ ഗോവിന്ദൻ പള്ളിക്കാപ്പിലും ഉദുമ നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് MLA-യും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CH കുഞ്ഞമ്പൂവും കളത്തിലിറങ്ങുമെന്നാണ് വിവരം. കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ INL നേതാവ് അസീസ് കടപ്പുറത്തിന്റെ പേരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. കനത്ത ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂരിനെ രംഗത്തിറക്കാനാണ് സാധ്യത. ഷാനവാസിന് പുറമെ മഞ്ചേശ്വരത്തെ CPM നേതാവ് KR ജയാനന്ദയുടെ പേരും പട്ടികയിലുണ്ട്. കോൺഗ്രസ് വിട്ട് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞ ഭരണത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വന്ന ഷാനവാസ് പാദൂരിനെ LDF കളത്തിലിറക്കിയാൽ അത് UDF-ന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തലുകൾ. അമൃത ന്യൂസ്, കാസർഗോഡ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം താൻ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് M. മുകേഷ് MLA. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ജില്ലാ കമ്മിറ്റി കൊല്ലം മണ്ഡലത്തിൽ S. ജയമോഹനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നു. ഇതിലായിരുന്നു മുകേഷിന്റെ പ്രതികരണം. ചാൻസ് ചോദിച്ച് ഞാൻ എങ്ങും പോയിട്ടില്ല, ജനം വികസനത്തിന് വോട്ട് ചെയ്യുമെന്നും M. മുകേഷ് കൊല്ലത്ത് പറഞ്ഞു. ഒരിക്കലും ഒരാഗ്രഹവും പ്രകടിപ്പിച്ചില്ല. ആ പരിപാടിയൊക്കെ അങ്ങ് നിർത്തിവെച്ചേര്. ഞാൻ എന്താ പറഞ്ഞത്, പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നടക്കും. അതാണ് നമ്മളുടെ ഒരു രീതി. ഞാൻ സിനിമയിൽ ഒരു ചാൻസ് ഞാൻ ചോദിച്ചിട്ടില്ല, രാഷ്ട്രീയത്തിലൊരു ചാൻസ് ഞാൻ ചോദിച്ചിട്ടില്ല, എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഇപ്പോൾ അങ്ങനെ ജയമോഹൻ സഖാവിനെയാണ് നിയമിക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥിയെങ്കിൽ പൂർണ്ണമായി അദ്ദേഹത്തിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മധൂർ റോഡിൽ ചുവരെഴുതി പ്രചരണത്തിന് തുടക്കമിട്ടു. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ മത്സരിക്കുമെന്ന സൂചനകളെ ഉറപ്പാക്കും വിധത്തിൽ കാസർഗോഡ് മധൂർ റോഡിൽ ചുമരെഴുത്ത് നടത്തിക്കൊണ്ട് K. സുരേന്ദ്രനും ജില്ലയിലെ BJP നേതാക്കളും ചേർന്ന് NDAയുടെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. ചുമരിൽ താമര വരച്ചുകൊണ്ടായിരുന്നു പ്രചരണാരംഭം. മഞ്ചേശ്വരത്ത് ഇത്തവണ വിജയമുറപ്പെന്നും കഴിഞ്ഞ 10 വർഷക്കാലം BJP പ്രതിനിധികളില്ലാത്തതിനാൽ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്താതെ വികസന മുരടിപ്പാണ് ഉണ്ടായതെന്നും K. സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കാസർകോട്ടെ വികസന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള അവസരമാണ് BJPക്ക് അവസരം കിട്ടാത്തതുകൊണ്ട് നഷ്ടമായത്. ഞങ്ങൾക്ക് 2016 മുതൽ ഇവിടെ അവസരം ലഭിച്ചിരുന്നെങ്കിൽ 10 വർഷം കൊണ്ട് മോദി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി കാസർഗോഡിനെ ഏറ്റവും വികസനമുള്ള ഒരു നാടാക്കി ഞങ്ങൾക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. യഥാർത്ഥത്തിൽ അതാണ് ജനങ്ങൾക്ക് നഷ്ടമായത്. ഇവിടുത്തെ അന്ധമായിട്ടുള്ള BJP വിരോധം കാരണം, ഇവിടുത്തെ ജാതിമത ശക്തികളുടെ സമ്മർദ്ദം കാരണം യഥാർത്ഥത്തിൽ കാസർഗോഡിൻ്റെ വികസനത്തിനാണ് നഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് നിയോജക മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചുമതല K. സുരേന്ദ്രനാണ്. BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ജില്ലാ അധ്യക്ഷൻ ML അശ്വിനി തുടങ്ങിയ നേതാക്കളും സുരേന്ദ്രനൊപ്പമുണ്ടായി. അമൃത ന്യൂസ്, കാസർഗോഡ്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തയ്യാറെടുത്ത് BJP ദേശീയ നിർവാഹക സമിതി അംഗം പത്മജ വേണുഗോപാൽ ചുവരെഴുതിയാണ് പ്രചരണം ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തനിയാവർത്തനം തൃശൂരിൽ ഉണ്ടാകുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പരസ്യ പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണ് അയ്യന്തോൾ അമർ ജവാൻ സ്ക്വയറിന് സമീപം പത്മജ വേണുഗോപാൽ നിർവഹിച്ചത്. പ്രവർത്തകർക്കും BJP നേതാക്കൾക്കും ഒപ്പം എത്തിയാണ് പത്മജ വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സുരേഷ് ഗോപിക്ക് ഐതിഹാസികമായ വിജയം സമ്മാനിച്ച തൃശൂരിൽ പുതുചരിത്രം പിറക്കുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് BJPയിലെത്തുമെന്നും വലിയ വിജയമാണ് തൃശൂരിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. BJPയുടെ പ്രചരണം നമ്മൾ തുടങ്ങി, അതൊന്നും എനിക്കറിയില്ല. ഞാൻ മാക്സിമം എൻ്റെ പണി ഞാൻ ചെയ്യും, എന്നെ പണിയാതിരുന്നാൽ മതി. അല്ല, ഇനിയിപ്പോൾ അത് ഞാനല്ല വേറെ ആളാണെങ്കിലും എൻ്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂർ തന്നെയായിരിക്കും. തൃശ്ശൂർ ആര് നിൽക്കണോ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും.
BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂരിൽ ചുവരെഴുതിക്കൊണ്ടാണ് സംസ്ഥാന തലത്തിലെ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിൽ 6 ലീഡ് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയം കൈവരിച്ചത്. അതിന് സമാനമായിട്ടുള്ള മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് BJP ആത്മവിശ്വാസത്തോടെ പറയുന്നു. BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറിമാരായ സുജയ് സേനൻ, അഡ്വക്കേറ്റ് KR ഹരി എന്നിവരും പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അമൃത ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരം നേമത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ സജീവം. MM ഹസനിലേക്ക് ചർച്ചകൾ നീളുന്നു. ഹസൻ സ്ഥാനാർത്ഥിയായാൽ മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്ന വിലയിരുത്തലുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ JS അഖിലും നേമം ഷജീറും സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. CPM-ഉം BJP-യും ഏറെക്കുറെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞ മണ്ഡലത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ ചർച്ചകൾ സജീവമാക്കുന്നത്. BJP-ക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം ഏറെ നിർണായകവുമാണ്. ആദ്യഘട്ടത്തിൽ പ്രാദേശിക നേതാക്കളെ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടന്നെങ്കിലും ഇപ്പോൾ സംസ്ഥാന നേതാക്കൾ മത്സര രംഗത്ത് വരണമെന്ന ആവശ്യം ശക്തമാണ്. KPCC മുൻ അധ്യക്ഷനും UDF മുൻ കൺവീനറുമായ MM ഹസന്റെ പേരാണ് സജീവമായിട്ടുള്ളത്. MM ഹസനെ പോലുള്ള മുതിർന്ന നേതാവ് മത്സരിച്ചാൽ നേമത്ത് UDF-ന് ജയസാധ്യത കൽപ്പിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 35,000-ഓളം മുസ്ലിം വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത്. MM ഹസൻ സ്ഥാനാർത്ഥിയായാൽ ആ വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തവണ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലഭിച്ച വോട്ടുകൾ UDF-ന് നഷ്ടമാകാതിരിക്കണമെങ്കിൽ കരുത്തനായ മറ്റൊരു നേതാവ് തന്നെ കളത്തിൽ ഇറങ്ങണമെന്നാണ് വലിയൊരു വിഭാഗം വാദിക്കുന്നത്. പക്ഷേ MM ഹസന്റെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹസന് പുറമെ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ JS അഖിലിന്റെയും നേമം ഷജീറിന്റെയും പേരുകളും സാധ്യതാ പട്ടികയിലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടവനെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷമഘട്ടങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് താൻ ചെയ്യുന്നതെന്നും മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ലോക്കപ്പ് മർദ്ദനങ്ങൾ അന്വേഷണം CBIക്ക് വിടണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും മോഹൻലാലുമായിട്ടുള്ള 1 മണിക്കൂർ അഭിമുഖമാണ് പുറത്തുവന്നത്. പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ മോഹൻലാലുമായുള്ള അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചത്. വിയോജിക്കുന്നവരോട് വിദ്വേഷമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി താൻ തെറ്റു ചെയ്തിട്ടില്ലെന്നും പാർട്ടിക്ക് കീഴ്പ്പെട്ടവനാണെന്നും പാർട്ടിയെ മാത്രമാണ് തനിക്ക് ഭയമെന്നും വ്യക്തമാക്കി. ഭയം എന്നത് ആ തരത്തിലില്ല, പക്ഷേ പൊതുവിൽ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടു പോകുന്ന ഒരാളാണ്. പാർട്ടി ആഗ്രഹിക്കുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ അണുകിട വ്യത്യാസം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ ഭയന്ന് ഞാൻ ജീവിക്കുകയാണ്. അങ്ങനെയൊരു ഭയമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പ്രളയകാലത്ത് പ്രായോഗിക കാര്യങ്ങൾക്കാണ് താൻ പ്രാധാന്യം നൽകിയത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതായിരുന്നു പ്രധാനം. താൻ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കുകയും ചെയ്തു. താൻ നേരിട്ട ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി ലോക്കപ്പ് മർദ്ദനങ്ങളോട് ദയവുണ്ടാകില്ലെന്നും ഇത്തരം കേസുകൾ CBI അന്വേഷിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും ആവർത്തിച്ചു. ലോക്കപ്പിലുള്ള മർദ്ദനത്തോട് ഒരു ദയയും കാണിക്കാറില്ല. അത്തരം ഉദ്യോഗസ്ഥരോട് കടുത്ത സമീപനം സ്വീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചു പോകാറ്. ഏതെങ്കിലും തരത്തിൽ ഒരു ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മരണപ്പെട്ടു എന്നൊരു കേസ് വന്നാൽ നമ്മളത് ഇവിടെ പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള നില തന്നെ എടുത്തിരിക്കുകയാണ്. അത് ഉടനെ CBIക്ക് കൊണ്ടുവന്നാണ്. തന്നെ രാഷ്ട്രീയമായി തകർക്കാനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായി. മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ വരെ പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതുൾപ്പെടെ വ്യക്തിജീവിതം മുതൽ രാഷ്ട്രീയ ജീവിതം വരെ നീളുന്ന 1 മണിക്കൂർ അഭിമുഖമാണ് PRD തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയത്. സർക്കാർ സംവിധാനം ഉപയോഗിച്ചുള്ള മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് PR വർക്കാണ് അഭിമുഖമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോകത്തിൽ താമസിക്കാൻ അനുയോജ്യമായ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി UAE. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തുവിട്ട 2026 ഗ്ലോബൽ റെസിഡൻസ് പ്രോഗ്രാം ഇൻഡെക്സ് പ്രകാരമാണ് UAE ഈ നേട്ടം കൈവരിച്ചത്. ഇൻഡെക്സ് പ്രകാരം 73 പോയിന്റുകൾ നേടിയ ഗ്രീസാണ് ഒന്നാമത്. സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് UAE 2ാം സ്ഥാനം പങ്കുവച്ചത്. കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്തായിരുന്നു UAE. ഈയിടെ പുറത്തുവന്ന നെംബിയോ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി തുടർച്ചയായി 10ാം വർഷവും അബുദാബി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അബുദാബിയിൽ ട്രാഫിക് ഫൈനുകൾക്ക് ഇളവ് പ്രഖ്യാപിച്ചു. നിബന്ധനകളോടെ 35% വരെയാണ് ഇളവ് പ്രഖ്യാപിച്ചത്. ഫൈൻ ലഭിച്ച 60 ദിവസങ്ങൾക്കകം ഫൈൻ അടച്ചാൽ 35% ഇളവ് ലഭിക്കും. 60 ദിവസങ്ങൾക്ക് ശേഷം 1 വർഷത്തിനകമാണ് ഫൈൻ അടയ്ക്കുന്നതെങ്കിൽ 25% ഇളവ് ലഭിക്കുക. എന്നാൽ ഗുരുതരമായ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ഇളവ് ലഭിക്കില്ല എന്നും അബുദാബി പോലീസ് അറിയിച്ചു. ഫൈൻ കുടിശ്ശിക ഉള്ളവർക്ക് ആശ്വാസമായും കൂടുതൽ ഉത്തരവാദിത്തത്തോടെയുള്ള ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് ഇളവ് നൽകുന്നതിനും പോലീസ് വകുപ്പ്
വ്യക്തമാക്കി. അബുദാബി പോലീസിൻ്റെ പാർട്ണർ ബാങ്കുകൾ വഴി പലിശയില്ലാത്ത തവണകളായും ഫൈൻ അടയ്ക്കാൻ സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അബുദാബി പോലീസിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ലഭിക്കും. ദുബായിൽ പൊതു പാർക്കിംഗ് ഇടങ്ങളിൽ നിരക്ക് വർധനയ്ക്ക് ശുപാർശ. പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനിയാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയത്. ഇത് അംഗീകരിച്ചാൽ ദുബായിൽ പണമടച്ചുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ നിരക്ക് വർദ്ധിക്കും. കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ പാർക്കിംഗ് നിരക്ക് ഈടാക്കാനും സീസണിൽ പാർക്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ദുബായിലെ പാർക്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്തിയിരുന്നു. ഈ വർഷം പുതിയതായി 5500 മുതൽ 7500 വരെ പാർക്കിംഗ് ഇടങ്ങൾ കൂടി സജ്ജമാക്കാനും പാർക്കിംഗ് കമ്പനി ആലോചിക്കുന്നുണ്ട്. സൗദിയിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകൾ പരിഷ്കരിച്ച് മാനവ വിഭവശേഷി. സാമൂഹ്യ വികസന മന്ത്രി അഹമ്മദ് അൽ റാഹ്ജി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം തൊഴിലാളികളുടെ പാസ്പോർട്ടോ ഇക്കാമയോ തൊഴിലുടമ കസ്റ്റഡിയിൽ വയ്ക്കുന്നതിനുള്ള പിഴ 3000 റിയാലായി ഉയർത്തി. ഇതുവരെ ഈ നിയമലംഘനത്തിന് 2000 റിയാലായിരുന്നു പിഴ. പാസ്പോർട്ടോ ഇക്കാമയോ പിടിച്ചുവയ്ക്കുന്ന തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ച് തൊഴിലുടമകൾക്ക് ഇരട്ടി തുക പിഴ ലഭിക്കും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ വിദേശിയെ ജോലിക്ക് വയ്ക്കുന്ന തൊഴിലുടമയ്ക്ക് 10000 റിയാൽ ചുമത്തും. സൗദി അറേബ്യ യമൻ ബജറ്റിലേക്ക് 130 കോടി റിയാലിൻ്റെ സാമ്പത്തിക സഹായം നൽകിയതായി സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാൻ യമൻ സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യത്തോടെയുള്ള പ്രതികരണമായി സൗദി ഭരണാധികാരി സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെയും നിർദ്ദേശാനുസരണമാണ് യമൻ സർക്കാരിന് പുതിയ സഹായം നൽകിയതെന്ന് പ്രതിരോധ മന്ത്രി വിശദീകരിച്ചു. യമനിൽ സാമ്പത്തിക ധനസ്ഥിരത കൈവരിക്കുക, സ്ഥിരതയ്ക്കുള്ള അടിത്തറ പാകുക എന്നതാണ് ലക്ഷ്യം. കുവൈറ്റ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് 539 തടവുകാർക്ക് അമീർ ഷെയ്ഖ് മിലാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് പൊതുമാപ്പ് നൽകി. പൊതുമാപ്പ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച പ്രവാസികൾ ഉൾപ്പെടെയുള്ള തടവുകാർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇവരിൽ ചിലരെ ഉടനടി മോചിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ശിക്ഷാ ഇളവ് നൽകുകയും ചെയ്യും. ഇതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്പെഷ്യൽ സെക്യൂരിറ്റി ആൻഡ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഭാഗം ആരംഭിച്ചു. തടവുകാരുടെ ജീവിതം സമൂഹത്തിന് അനുകൂലമായി പുനരാരംഭിക്കുന്നതിനായി അവസരം നൽകുന്നതിനുള്ള മാനുഷിക പ്രതിബദ്ധത മുൻനിർത്തിയാണ് തീരുമാനം. കുവൈറ്റിൽ ഇത്തവണ ദേശീയ വിമോചന ദിനാഘോഷങ്ങൾ എത്തിയത് റമദാൻ മാസത്തിൽ. നീണ്ട 31 വർഷങ്ങൾക്ക് ശേഷമാണ് റമദാനും ദേശീയ ദിനാഘോഷങ്ങളും ഒരുമിച്ചെത്തിയത്. 1995 അവസാനമായി ദേശീയ വിമോചന ദിനാഘോഷങ്ങൾ റമദാൻ മാസത്തിലെത്തിയത്. ഇതിന് തൊട്ടു മുമ്പുള്ള 1994, 1993 വർഷങ്ങളിലും ഇരു ആഘോഷങ്ങളും റമദാൻ മാസത്തിൽ ഒത്തുചേർന്നു. 1961 ജൂൺ 21 രാജ്യം ആദ്യ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ജൂൺ മാസം കടുത്ത വേനൽക്കാലമായതിനാൽ തൊട്ടടുത്ത വർഷം മുതൽ, അതായത് 1962 മുതൽ ദേശീയ ദിനം ഫെബ്രുവരി 25 മാറ്റുകയായിരുന്നു. ഇതേ വർഷവും റമദാൻ മാസം 20 ദേശീയ ദിനാഘോഷം വന്നെത്തിയത്. തൊട്ടടുത്ത വർഷം 1963 ദേശീയ ദിനവും ഈദുൽ ഫിത്തർ ദിനവും ഒരേ ദിവസമായിരുന്നു. അടുത്ത വർഷത്തെ ദേശീയ വിമോചന ദിനാഘോഷങ്ങളും റമദാൻ മാസത്തിൽ തന്നെയായിരിക്കും. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിൽ നിന്നും പുറപ്പെട്ട ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 2 മലയാളികൾ മരിച്ചു. പത്തനാപുരം സ്വദേശി ഷീബ, ഉംറ ഗ്രൂപ്പ് ലീഡർ നിലമ്പൂർ സ്വദേശിയുമായ ഇസ്മാനിൽ എന്നിവരാണ് മരിച്ചത്. റിയാദിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ അകലെ ഹോത്ത ബെനി തമീം മക്ക റോഡിലെ മഹ്ലൂമിയ എന്ന സ്ഥലത്ത് 1 മണിയോടെയായിരുന്നു അപകട സമയത്ത് ഭൂരിഭാഗം യാത്രക്കാരും ഉറക്കത്തിലായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ പോലീസും റെഡ് ക്രസൻറ്റും ആംബുലൻസും എത്തി രക്ഷാപ്രവർത്തനം നടത്തി. ബസ്സിലുണ്ടായിരുന്ന 50ഓളം യാത്രക്കാരിൽ ഭൂരിഭാഗം പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. കുവൈറ്റിൽ വില, സേവനം മുതലായവയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കെതിരെയുള്ള പരാതികൾ സമർപ്പിക്കുന്നതിന് സാഹൽ ആപ്പ് വഴി പുതിയ സേവനം. വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇതനുസരിച്ച് ഇത്തരം പരാതികൾ, അതായത് സേവന കേന്ദ്രങ്ങളിൽ നേരിട്ട് ഹാജരാകാതെ തന്നെ സാഹൽ ആപ്പ് വഴി സമർപ്പിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികൾ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അടിസ്ഥാനമാക്കി സ്വയമേവ, അതായത് പ്രദേശങ്ങളിലെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് കൈമാറുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാനും വിപണിയിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തുവാനും പുതിയ സംവിധാനം വഴി സാധിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിൽ ബാഡ്മിൻ്റൺ കളിക്കവേ മലയാളി യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. തിരുവല്ല വളഞ്ഞവട്ടം സ്വദേശി വാണിയപുരയിൽ ബിവിൻ വി മത്തായിയാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. അബ്ബാസിയിൽ വെച്ച് കളിക്കളത്തിൽ വെച്ച് കുഴഞ്ഞു വീണ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ഫർവാനി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടയുകയായിരുന്നു. കുടുംബസമേതം താമസിക്കുന്ന അദ്ദേഹം അൽമുല്ല ബഹബാനി മോട്ടോർ കമ്പനി ജീവനക്കാരനാണ്. ഭാര്യയും 3 മക്കളുമുണ്ട്.
T20 ലോകകപ്പിലെ ജീവൻ മരണ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ജയം. സിംബാബ്വെ 72 റൺസിന് തോൽപ്പിച്ചു. പുറത്താകാതെ 97 റൺസ് എടുത്ത ഓപ്പണർ ബ്രിയാൻ ബെനറ്റിന്റെ വെടിക്കെട്ട് പ്രകടനം പാഴായി. സിംബാബ്വെക്ക് 6 വിക്കറ്റിന് 184 റൺസ് എടുക്കുവാനേ കഴിഞ്ഞുള്ളൂ. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 4 വിക്കറ്റിന് 257 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് സിംബാബ്വെക്ക് മുമ്പിൽ വച്ചത്. ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ഹാർദിക് പാണ്ഡ്യയുടെയും അർദ്ധ സെഞ്ചുറികളുടെയും ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നിവരുടെ ബാറ്റിംഗ് മികവിന്റെയും കരുത്തിലാണ് ഇന്ത്യ മികച്ച സ്കോർ നേടിയത്. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണിത്. ഈ വിജയത്തോടെ ഇന്ത്യ സെമി പ്രതീക്ഷ നിലനിർത്തി. T20 ലോകകപ്പ് സൂപ്പർ 8 റൗണ്ടിലെ സൂപ്പർ പോരാട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. 9 വിക്കറ്റിനാണ് വിൻഡീസിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത വിൻഡീസ് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസ് നേടിയിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ റൊമാരിയോ ഷെപ്പേർഡും 49 റൺസ് നേടിയ ജാസൻ ഹോൾഡറും മാത്രമാണ് വെസ്റ്റ് ഇൻഡീസിനെ ഭേദപ്പെട്ട നിലയിലെത്താൻ സഹായിച്ചത്. മറുപടി ബാറ്റിംഗിൽ 16.1 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ദക്ഷിണാഫ്രിക്ക ലക്ഷ്യം കണ്ടു. 82 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ഐഡൻ മാർക്കറുമാണ് കളിയിലെ താരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.